ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ വേൾഡ് കപ്പിലെ ആദ്യ സെമി സ്പോട്ട് ഫ്രാൻസ് ഉറപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് വി എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ് ഫ്രാൻസ് വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് യോഗ്യത ഉറപ്പിക്കുമെന്നുള്ളത്. എന്നിരുന്നാലും നമ്മൾ മൊറോക്കോയിൽ ഒരു ഹോപ്പ് നൽകിയിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ മത്സരങ്ങളിൽ ഉടനീളം, അതായത് ഈ വേൾഡ് കപ്പിലും കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഒരു ഇൻക്രെഡിബിൾ റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മത്സരങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക്. അവർ എതിരാളികൾക്ക് നൽകുന്ന ഒരു കോമ്പറ്റീഷൻ, ഒരു ടൈറ്റ് മാച്ച്, ഒരു ടൈറ്റ് ഫൈറ്റ്, അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ മത്സരത്തിലും. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഫ്രാൻസിൻ്റെ ഒരു പ്യുവർ ഡോമിനേഷനാണ് നമ്മൾ ഈ മത്സരത്തിൽ ഉടനീളം കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു 2-0 എന്ന് പറയുന്ന, ശരിക്കും 2-0 എന്ന് പറയുന്ന സ്കോറിൽ നിന്നത് തന്നെ ഭാഗ്യമായിട്ടും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ 3-4 ഗോളുകൾക്ക് വേണമെങ്കിൽ ഒരു നാണം കെട്ട തോൽവിയിലേക്ക് വേണമെങ്കിൽ മൊറോക്കോ പോയേനെ. അതിലൊക്കെ യാസിൻ ബോണോ എന്ന് പറയുന്ന അവരുടെ കീപ്പർ രക്ഷകനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ 2-0 എന്ന് പറയുന്ന സ്കോറിന് മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിലെ ആദ്യ സെമി സ്പോട്ട് ഫ്രാൻസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് താരങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. സാക്ഷാൽ ദിദിയർ ദശാംസിനെ കുറിച്ച് പറയാനുണ്ട്, എംബാപ്പയെ കുറിച്ചുണ്ട്, ഒലീസയെ കുറിച്ചുണ്ട്, ഡെംബലയെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മത്സരമാണ് ഇന്നലെ കഴിഞ്ഞു പോയിട്ടുള്ളത്. ആദ്യം തന്നെ പറയാം, ദിദിയർ ദശാംസിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഈ ഫ്രാൻസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് 2012 ഫ്രാൻസിൻ്റെ മുഖ്യ പരിശീലകനായിട്ട് അദ്ദേഹം വരുന്നത്. അതിനുശേഷം 2014 ഒരു വേൾഡ് കപ്പ് അവർ കളിക്കുന്നുണ്ട്. അതിൽ ജർമ്മനിയാണ് ചാമ്പ്യന്മാരാകുന്നത്. അപ്പോൾ അവർക്ക് ആ വേൾഡ് കപ്പിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ വേൾഡ് കപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അവർ ക്വാർട്ടർ ഫൈനൽ വരെ അവർക്ക് എത്താൻ സാധിച്ചെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയോട്, ആ വർഷത്തെ ചാമ്പ്യന്മാരോട് പരാജയപ്പെട്ട് പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ ആ വേൾഡ് കപ്പിൽ കണ്ടത്. അതിനുശേഷം പിന്നീട് 2018 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? സാക്ഷാൽ എംബാപ്പ എന്ന് പറയുന്ന 19-കാരൻ ടീമിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം ആ വേൾഡ് കപ്പ് ചാമ്പ്യനാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പിന്നെ 2022 വരുമ്പോഴും അത് തന്നെയാണ് സെയിം അവസ്ഥ. സാക്ഷാൽ എംബാപ്പയുണ്ട്, അതുപോലെ ആന്റോയിൻ ഗ്രീസ്മാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു ബിഗ് സ്കോഡുമായിട്ടാണ് അവർ ആ വേൾഡ് കപ്പിലേക്കും കടന്നു വന്നിരുന്നത്. പക്ഷേ അവിടെ അർജന്റീനയോട് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പിന്നീട് ഇപ്പോൾ ഇത് 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും അവിടെയും സാക്ഷാൽ എംബാപ്പയുണ്ട്. എംബാപ്പയുടെ മികവിൽ, എംബാപ്പയുടെ ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ ഇതാ 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ സെമി ഫൈനലിസ്റ്റായിട്ട് ഫ്രാൻസ് മാറിയിരിക്കുകയാണ്. ഒരു മാസീവായിട്ടുള്ള ഇൻക്രെഡിബിൾ റണ്ണാണ് ഫ്രാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാതിരിക്കാൻ വയ്യല്ലോ. അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് 4ാമത്തെ വേൾഡ് കപ്പാണ് ദിദിയർ ദശാംസ് ഫ്രാൻസിനെ പരിശീലിപ്പിക്കുന്നത്. അതിൽ 3 തവണ ഇപ്പോൾ സെമി ഫൈനലിൽ കടക്കാൻ അവർക്ക് സാധിച്ചു. അതിൽ ഒരു തവണ ചാമ്പ്യന്മാരാകുന്നു, മറ്റൊരു തവണ റണ്ണറപ്പ് ആകുന്നു. ഇപ്പോൾ ഇതാ മറ്റൊരു ചാമ്പ്യനാകാനുള്ള എല്ലാ സാധ്യതകളും കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സെമിയിലേക്ക് ഫ്രാൻസ് യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ്. വാട്ട് എ റൺ! അതിൽ നമ്മൾ ദിദിയർ ദശാംസിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഫ്രാൻസിൻ്റെ സ്കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കാരണം അത്രത്തോളം സ്റ്റാർ വാല്യൂ ഉള്ള, അത്രത്തോളം പ്രഗത്ഭർ അണിനിരക്കുന്ന ഒരു സ്കോഡാണ് ഫ്രാൻസിൻ്റേത്. എന്നാൽ ഈ താരങ്ങളെ ഒക്കെ വെച്ച് അദ്ദേഹം മാനേജ് ചെയ്യുന്നു. അത് കൃത്യമായിട്ടൊരു ഈഗോ ക്ലാഷോ പരിപാടിയോ ഒന്നുമില്ലാതെ ദശാംസിന് ആ ഒരു മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റയൽ മാഡ്രിഡിൽ കണ്ടിട്ടുള്ള ഒരു അവസ്ഥ എന്താണ്? അവിടെ ഈഗോ ക്ലാഷും പരിപാടിയും അടിയും പീടിയും ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസിലേക്ക് വരുമ്പോൾ അതൊന്നുമില്ല. താരങ്ങൾ കൃത്യമായിട്ട് അവസരങ്ങൾ നൽകുന്നു, അവർ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നു, ടീമിന് വേണ്ടി അവർ പ്രയത്നിക്കുന്നു, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വേൾഡ് കപ്പിൻ്റെ സെമി വരെ ഇപ്പോൾ ഇതാ എത്തി നിൽക്കുകയാണ്. എംബാപ്പെ, ഒലീസെ, ഡെംബലെ, ഡോ, ഇനിയും സബ്സ്റ്റിറ്റ്യൂഷനുകളായിട്ട് ചെറുക്കിയൊക്കെ വരാൻ കിടക്കുന്ന താരങ്ങളാണ്. എന്നിട്ട് പോലും അവർ ഇത്രത്തോളം മികച്ച പെർഫോമൻസാണ് ഈ വേൾഡ് കപ്പിൽ സോഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല മൊറോക്കോയെ ഇത്രമേൽ ഒരു ആധിപത്യത്തോടെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് സാധിക്കുമെന്നുള്ളത്. ആരും കരുതിയതല്ല. കാരണം മൊറോക്കോയെ സംബന്ധിച്ച് അവർ ഒരു ഡ്രീം റണ്ണാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊറോക്കോ ഒരു ടൈറ്റ് ഫൈറ്റ് നൽകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കരുതിയതിനുമെല്ലാം അപ്പുറത്തേക്ക് ഫ്രാൻസ് ഒരു പ്യുവർ ഡോമിനേഷൻ നടത്തുന്ന കാഴ്ച കാണുന്നു. മത്സരത്തിൽ 2-0 എന്ന് പറയുന്ന ഒരു ആധികാരിക വിജയം തന്നെ. അതിലല്ല സ്കോർ നിൽക്കേണ്ടത്. അതിലും കൂടുതൽ ഗോൾ വേണമെങ്കിൽ ഫ്രാൻസിന് നേടാൻ സാധിക്കുമായിരുന്നു. 2-0 എന്ന് പറയുന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് അവർ യോഗ്യത ഉറപ്പിക്കുന്നത്. എംബാപ്പെ ഗോളടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എംബാപ്പെ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ മെസ്സിയോടൊപ്പം 8 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറർ പദവിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സാക്ഷാൽ മെസ്സിയോടൊപ്പമാണ് അദ്ദേഹം 1ാം സ്ഥാനം പങ്കിടുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ 20 മത്സരങ്ങളിൽ ടോട്ടൽ കളിച്ച മനുഷ്യന് 20 ഗോളുകൾ നേടിയിരിക്കുകയാണ്. അതായത്
നമ്മൾ ശരാശരി നോക്കുമ്പോൾ ഒരു മത്സരത്തിൽ ഒരു ഗോൾ എന്ന രീതിയിൽ 20 മത്സരങ്ങൾ വേൾഡ് കപ്പിൽ കളിക്കുമ്പോൾ 20 ഗോളുകൾ ഓൾറെഡി നേടിയിരിക്കുകയാണ്. ക്രോസൈഡ് റെക്കോർഡ് ഓൾറെഡി അദ്ദേഹം മറികടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ലിയണൽ മെസ്സി മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏക എതിരാളി എന്ന് പറയുന്നത്. 21 ഗോളുമായിട്ട് ഓൾ ടൈം ടോപ്പ് സ്കോറായിട്ട് ഇപ്പോൾ വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഉറപ്പായിട്ടും ഇനിയും വേൾഡ് കപ്പ് കളിക്കാനുള്ള താരമാണ് എംബാപ്പെ. മെസ്സിയൊക്കെ മറികടക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഡെംബലെ കുറിച്ച് പറയുമ്പോൾ ഡെംബലെ കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോർ ജേതാവാണ്. ആ ജേതാവൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ്. അതുപോലെ ആ ബാലൻഡിയോർ ഇനി അടുത്ത വർഷത്തെ ബാലൻഡിയോറിൽ ഒരു സാധ്യത കൽപ്പിക്കുന്ന താരങ്ങളാണ് എംബാപ്പയും ഒലീസയും ഡോവും തുടങ്ങിയ താരങ്ങൾ. അവരൊക്കെ ഒരൊറ്റ ടീമിൽ അണിനിരക്കുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം PSG ഒപ്പം അവർ ചാമ്പ്യൻസ് ലീഗ് നേടുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് ഫ്രാൻസിന് നേടാൻ സാധിച്ചാൽ ഡെംബലക്ക് ആ ബാലൻഡിയോർ നിലനിർത്താൻ സാധിക്കും, ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഓൾറെഡി ഈ വേൾഡ് കപ്പിൽ ഒരു അസാധ്യ പ്രകടനമാണ് ഡെംബലയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ വേൾഡ് കപ്പ് നേടാൻ ഡെംബലക്ക് സാധിച്ചാൽ, ഫ്രാൻസിന് സാധിച്ചാൽ, ഇവിടെ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന ഒരു ബാലൻഡിയോറും കൂടി, രണ്ടാമത്തെ ബാലൻഡിയോറും കൂടി ഡെംബലക്ക് നേടാൻ സാധിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ മത്സരത്തിൽ കണ്ട ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാം. അതായത് മത്സരത്തിൽ ഡെംബല നേടുന്ന രണ്ടാമത്തെ ഗോൾ ഉണ്ടല്ലോ, അതിൽ ആ ഡിഫൻഡേഴ്സ് ബീറ്റ് ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. അതായത് സൈഡിലൂടെ എംബാപ്പെ ഒരു ഡെമ്മി റൺ നടത്തുന്നുണ്ട്. ആ ഒരു ഡെമ്മി റണ്ണിൽ തന്നെ അവിടെ താരങ്ങൾ, മൊറോക്കോയുടെ താരങ്ങൾ കംപ്ലീറ്റ്ലി ബീറ്റ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവിടുന്ന് സുഖമായിട്ട് അവിടെ ഡെംബലക്ക് ഷോട്ട് എടുക്കാൻ സാധിക്കുന്നു. ഡെംബലക്ക് ഷോട്ട് എടുത്തെങ്കിലും അവിടെ യാസിൻ ബോണോ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കയ്യിൽ തട്ടിക്കൊണ്ടാണ് പിന്നീട് ഗോളായി മാറുന്നത്. അതായത് മറ്റൊരു പ്ലെയർ എന്ത് ചെയ്യുന്നോ അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അവിടെ കൂടെയുള്ള താരങ്ങൾ, അതായത് സൂപ്പർ സ്റ്റാറുകളാണ്, എല്ലാം സൂപ്പർ സ്റ്റാറുകൾ അണിനിരക്കുമ്പോൾ അവിടെ ഈഗോ ക്ലാഷ് പരിപാടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഫ്രാൻസിനെ സംബന്ധിച്ച് ദശാംശ് കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ നൽകിയത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം നല്ല രീതിയിൽ കളിക്കാൻ അവർക്ക് സാധിക്കുന്നത്. പിന്നെ ഒരു താരമാണ് മൈക്കിൾ ഒലീസെ. അദ്ദേഹം ദശാംശിന് കീഴിൽ ഒരു അറ്റാക്കിംഗ് മിഡായിട്ടാണ് പിറകിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ക്രിയേറ്റീവ് മിഡൊക്കെ ആയിട്ടാണ് അദ്ദേഹം പല മത്സരത്തിലും നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിക്കുന്നുണ്ട്, അസിസ്റ്റുകൾ നൽകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു ക്രിയേറ്റീവായിട്ട് പല മത്സരങ്ങളിൽ നമ്മൾ കളിക്കുന്നത് കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ഗംഭീര പ്രകടനമാണ് ഫ്രാൻസിൽ ഇപ്പോൾ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രാൻസ് 2-0 എന്ന് പറയുന്ന സ്കോറിന് മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്കുള്ള ആദ്യ സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി സെമിയിലെ എതിരാളികൾ ഒരുപക്ഷെ ബെൽജിയം ഓർ സ്പെയിന്, രണ്ടാലൊരു എതിരാളികളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഫ്രാൻസിനെ സംബന്ധിച്ച് ടെൻഷൻ പരിപാടികളോ ഒന്നുമില്ല. അവർ വേൾഡ് കപ്പിൽ അത്രയും മികച്ച രീതിയിൽ, നമ്മൾ സെനഗലിനെതിരെയുള്ള ആ ആദ്യ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് ഒരു താളം കണ്ടെത്താത്ത ഒരു ഫ്രാൻസിനെ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഏത് മത്സരം നിങ്ങൾ എടുത്തു നോക്കിയാലും ഫ്രാൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുള്ള ഓരോ മത്സരങ്ങളാണ്. അതും യൂറോപ്പിലെ ബിഗ് ടീമുകൾക്കെതിരെ പോലും അവർ ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തുള്ള കളി കാഴ്ചവെക്കുമ്പോൾ ആബ്സല്യൂട്ട്ലി അവർ തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിന് 2026 വേൾഡ് കപ്പ് സാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും വലിയ ടീം.